ഇത് നിനക്ക് പരിശ്രമിച്ചേ മതിയാവൂ. നീ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ നിന്റെ ഉള്ളിലുള്ള പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റപ്പെടില്ല. നിന്നിലുള്ള പാപത്തെ യു ഷുഡ് കിൽ ദ സിൻ. അത് വെറുതെ അങ്ങോട്ട് കിടന്ന് മരിച്ചു പോവുകയില്ല. കളകൾ, പ്രിയപ്പെട്ടവരെ, കളകൾ അത് പറിച്ചു മാറ്റണം. വയക്കുവശം വെച്ച് എന്നെ അടിച്ചു തീർത്താലേ അത് പോവുള്ളൂ. കുറച്ചാൾ കഴിയുമ്പോ അത് കരിഞ്ഞു പോയിക്കോളൂ എന്ന് വിചാരിക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെയാണ് ആത്മീയ ശാസ്ത്രം പറയുന്നത്. ഇറ്റ് ഇസ് ആൻ ആക്റ്റീവ് പ്രോസസ്. പാസീവ് പ്രോസസ് ഉണ്ട്, ആക്റ്റീവ് പ്രോസസ് ഉണ്ട്. ആക്റ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലെ പാപത്തെ പിഴുതുകളയുന്നതിന് ഞാൻ നടത്തുന്ന പരിത്യാഗത്തിന്റെ പരിശ്രമങ്ങൾ. എന്തിനാണ് ഒരാൾ മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? ഇറ്റ്സ് ആൻ ആക്റ്റീവ് പ്രോസസ്. എന്നിലുള്ള പാപത്തിന്റെ ഭാരങ്ങൾ കർത്താവേ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എന്തിനാണ് ഒരാൾ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഒരാൾ ഈ എടൂരിൽ നിന്ന് കാരാപറമ്പിൽ നിന്ന് മലയാറ്റൂർ വരെ നടന്നു പോകാൻ, ചെരുപ്പിടാതെ കുരിശുമെടുത്ത് നടന്നു പോകാൻ തീരുമാനിക്കുന്നത്? ഇറ്റ്സ് ആൻ ആക്റ്റീവ് പ്രോസസ്. എന്നിലുള്ള തിന്മകൾക്ക് പ്രാശ്ചിത്തം ചെയ്ത്, പരിഹാരം ചെയ്ത്, എന്നിലുള്ള പഴയ മനുഷ്യനെ എനിക്ക് എടുത്തു മാറ്റണം. കരമടിച്ച് നന്ദി പറയാം. കാരണം നമ്മുടെ ഉള്ളിലുള്ള പാപം താനെ ഇല്ലാതാവുകയില്ല. അത് പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇല്ലാതായിക്കൊള്ളും എന്നാരും വിചാരിക്കണ്ട. പാപത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് താനെ ഇല്ലാതാവുകയില്ല. എത്ര നാള് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേലും അതങ്ങനെ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തിമോത്തിയർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ തിരുവചനം, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക. പാപം ഉള്ളിടത്ത് പോയിരുന്നിട്ട്, ചൂടിന്റെ അടുത്ത് പോയിരുന്നിട്ട് ചൂട് പിടിക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്കണ്ട. മദ്യം വിളമ്പുന്ന ആളുകളുടെ കൂടെ പിക്നിക്കിന് പോയിട്ട് എനിക്ക് മദ്യം കുടിക്കാതിരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണ്ട. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക. മദ്യപിക്കുന്ന കൂട്ടുകാർ വിളിക്കുമ്പോ വെറുതെ അവരൊന്ന് പോയി കണ്ടിട്ട് വരാം, ഞാൻ തൊടയില്ല എന്ന് പറഞ്ഞ് ഭാര്യയോട് പറഞ്ഞിട്ട് പോകണ്ട. അത് നടക്കില്ല. കുടിക്കാനായിട്ട് ടെൻഡൻസി ഉള്ള ഒരാള് കൂട്ടുകൂടിയിട്ടുള്ള ആളുകളോട് അവരുടെ അടുത്ത് പോയി കമ്പനിക്കിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, അത് അപകടമാണ്.